ചേച്ചിയായിട്ട്. രേണുസുതി ശരിക്കും ഒരു പാവമാണ് കേട്ടോ. ഞാൻ ബിഗ് ബോസിലേക്ക് ചെല്ലുമ്പോൾ രേണുസുതിനെ ശരിയാക്കണം, ഷാരികനെ ശരിയാക്കണം, അവർക്ക് കുറച്ച് ഹോട്ട് സീറ്റ് കളി കൂടുതലാണ് ഇങ്ങനെ വിചാരിച്ചാണ് ഞാൻ പോയത്. അപ്പൊ നമുക്ക് കുറെ ഏറ്റവും കൂടുതൽ പ്രഡിഷൻ ലിസ്റ്റിൽ വന്ന രേണുസുതിയുടെ ഒക്കെ പേരാ. ബാക്കി ആരാന്ന് എനിക്ക് അറിയത്ത് പോലും ഇല്ല, ആരൊക്കെ വരും ഒന്നും അറിയത്തില്ല. അപ്പൊ ഇവർ രണ്ടും. അപ്പൊ എന്റെ അടുത്ത് അമ്മ പറഞ്ഞു രേണുസുതിനൊന്നും പറയല്ലേ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം എന്നെക്കാട്ടി മുമ്പേ വീട്ടുകാരാണ് പോയി രേണുസുതിനെ കെട്ടിപ്പിടിച്ച് എയർപോർട്ടിൽ വെച്ച്. അപ്പം രേണുസുതി ശരിക്കും പാവമാണ്. നമ്മള് എന്താ പറയാ, ഭയങ്കര നല്ലൊരു സ്ത്രീയാണ് അവര്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു കിളി പോയതുപോലെ പാവം നടക്കുമെന്നുണ്ടെങ്കിലും ആള് ഭയങ്കര പാവമാ. അതെ, പുള്ളിക്കാരത്തി എനിക്കൊന്ന് ഹൗസിനകത്തായാലും പുറത്തിറങ്ങിയിട്ടായാലും ആരോടും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത, ഒരു നെഗറ്റീവും പറയാം, ഒന്നിനും പോയില്ല പുള്ളിക്കാരി. ഇണക്കത്തിനും പണക്കത്തിനും ഒന്നും പോവാണ്ട് ഹാപ്പി ആയിട്ട് തിരിച്ചങ്ങ് പോരുമായിരുന്നു. അതാണ് ഞങ്ങൾ ഒരുമിച്ച് അടുത്തടുത്ത റൂമിലായിരുന്നു, ഒരുമിച്ചുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. ഫ്ലൈറ്റിലൊക്കെ ഭയങ്കര ചില്ലായിരുന്നു പുള്ളിക്കാരി. ഞങ്ങൾ മറ്റേ പാർക്കിൽ പോയൊരു ഫീൽ ആയിരുന്നു ഫ്ലൈറ്റിനകത്ത്. അപ്പൊ എന്തായാലും അങ്ങനെ അടിച്ചു പൊളിച്ച് വന്ന കാരണമാണ് പുള്ളിക്കാരുടെ കൂടെ കൂടുതൽ റീൽസ് എടുക്കാൻ. ആരോ പറയുന്നുണ്ടായിരുന്നല്ലോ ഇത്രയും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലേഡിയാണ് രേണുസുതി എന്നൊക്കെ പറഞ്ഞു. രേണുസുതി ഫയറാണെന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ല കുറച്ച് സൗഹൃദങ്ങള് പെട്ടെന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ആയിരിക്കും? എനിക്ക് ബിന്നീനെ ഭയങ്കര ഇഷ്ടമാണ്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെ പേര് മാറി എല്ലാരും ബിന്നി. ബിഗ് ബോസ് വരെ എന്നെ കയറി ബിന്നി മൈക്ക് ശരിയായിട്ട് ധരിക്കുക. അപ്പൊ എല്ലാരും പറഞ്ഞു ബിഗ് ബോസ് ബിൻസിയാണ്. അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ അങ്ങനെ പറയും. എനിക്ക് ബിന്നീനെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ അപ്പാനി, അക്ബർ, ഇവരൊക്കെ ആയിട്ടുള്ള കൂട്ട് ഇതിപ്പോഴും നല്ല പോലെ തന്നെ പോകുന്നുണ്ട്. പിന്നെ ശൈത്യ, അതുപോലെ രേണു ചേച്ചി, ഷാരിക, മുൻഷി ചേട്ടൻ, ഇവരോടൊക്കെ എന്തോ ഒരു പ്രത്യേക, സരിക ചേച്ചി ഭയങ്കര സ്നേഹമാണ്. ഇന്നലെ കൂടെ എല്ലാരെയും വിളിച്ച് സംസാരിച്ചതേ ഉള്ളൂ. പിന്നെ നമ്മള് ഈ ഇടയ്ക്ക് വന്ന വൈൽഡ് കാർഡ്സിനോട് നമുക്ക് അത്ര ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ജിഷിൻ ചേട്ടൻ ഈ ഒരു പോക്കിന് ആളുമായിട്ട് ഭയങ്കര കമ്പനിയായി. നമ്മുടെ സാബുമാനായിട്ട് അതെ ഭയങ്കര കമ്പനിയായിരുന്നു. ഈ വൈൽഡ് കാർഡ്സ് ആയിട്ട് ബിൻസിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴാണ് ഉണ്ടായത്. അതെ, അതെന്തായാലും അടിപൊളിയായിരുന്നു. അതെ, എന്തായാലും ഒരു മറക്കാൻ പറ്റാത്തൊരു ചാപ്റ്റർ അല്ലേ ലൈഫില്? അയ്യോ ശരിക്കും ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞൊരു മാജിക് ആണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും അവിടെ പോയി നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അത് ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. കാരണം നമുക്ക് ഒരു 5 മിനിറ്റ് ഫോണില്ലാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ഇപ്പം ഇത്രയും ദിവസം ഫോണില്ല, വേറൊരു കാര്യങ്ങളില്ല, പുറം ലോകമായിട്ടൊരു ബന്ധമില്ല, സമയം അറിയത്തില്ല, ഫുഡില്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങൾ നമ്മുടെ ചുറ്റും ഇല്ല. ഉള്ളവരെല്ലാവരും ഒറ്റ ഒരു കപ്പിന് വേണ്ടി കിടന്ന് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. മൈൻഡ് ഫുൾ എക്സോസ്റ്റ് ആവും. അയ്യോ സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്, പക്ഷെ അത് അനുഭവിക്കണം. ആൻഡ് അറ്റ് ലാസ്റ്റ് നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് എല്ലാവരുടെയും മൈൻഡിൽ നമ്മളൊരു 100 ദിവസം ജീവിച്ച സംഭവങ്ങൾ ഇങ്ങനെ വീഡിയോസ് ആയിട്ട് പല പല ഇമോഷൻസ് വരുന്നു. എല്ലാവരും കരയുന്നതാ കണ്ടത്. അയ്യോ ഞാൻ പോലും കരഞ്ഞുപോയി അനീഷ് ചേട്ടന്റെ ഷാനവാസിന്റെ ഒക്കെ വീഡിയോ കണ്ടപ്പം. ശരിക്കും ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു അത് കാണുമ്പോൾ. എത്ര വഴക്കാണ്, എത്ര പ്രശ്നങ്ങളാന്ന് പറഞ്ഞാലും ഉള്ളിൽ എല്ലാവർക്കും ഒരു സ്നേഹമുണ്ട്. അതെ, ലാസ്റ്റ് പിന്നെ പട്ടാ ഗേൾസ് എല്ലാവരും കൂടെ വന്ന് ഹഗ് ചെയ്ത്. എനിക്ക് പക്ഷെ വീണ്ടും വീണ്ടും കൺഫ്യൂഷൻ ആയിട്ട് തോന്നിയത് ശൈത്യ എന്തുകൊണ്ടാണ് ആദ്യം അവരെ ഹഗ് ചെയ്തു, പിന്നെ അനുവിനോട് ഞാൻ മിണ്ടില്ല എന്ന് പറയുന്നു, പിന്നെയും അനു ബാ ബാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അത് എനിക്കൊരു കൺഫ്യൂഷൻ ആയിട്ട് ഫീൽ ചെയ്തത്. ശൈത്യക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയാം. ശൈത്യക്ക് ഉണ്ടായ ഒരു പേര്, ആ പേരിന്റെ പുറത്ത് ആള് ഭയങ്കരമായിട്ടും സ്ട്രഗിൾ ചെയ്യുന്നു. ഫാമിലിനെ പറഞ്ഞത്. അതെ അതെ അതെ, അതും പിന്നെ ശൈത്യനെ അങ്ങനെ കട്ടപ്പാന്നൊക്കെ വിളിക്കുന്നതിൽ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ശൈത്യ അനു നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എവിക്റ്റ് ആയി വന്ന സമയത്തും ശൈത്യ അനുവിനെ കുറിച്ച് അങ്ങനെ മോശം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവർ നല്ല കൂട്ടായിരുന്നു, ഇവർ ഒരുമിച്ചായിരുന്നു. ആ ഒരു സ്നേഹം ശൈത്യക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അനുവിന്റെ അടുത്ത് അത് തിരിച്ച് കിട്ടിയിട്ടില്ല. അപ്പൊ അനുവിന്റെ അടുത്ത് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ശൈത്യ ചെന്നപ്പോ പോലും അനു പുറത്തിറങ്ങിയിട്ട് പറയാം, പിന്നെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് വീണ്ടും മനസ്സിലായോ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനുവിനറിയാം ആ വീട്ടിലെ 72 ക്യാമറകൾ എവിടെയൊക്കെയാണ്, ഏത് സമയത്ത് ഫോക്കസ് ചെയ്യും, എവിടെയൊക്കെ ഏത് ആംഗിളിൽ ഇരുന്നാൽ കൃത്യമായിട്ട് കിട്ടുന്നൊക്കെ അനുവിന് നല്ലപോലെ അറിയാം. അത്രയും ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആള്, അല്ലെങ്കിൽ പുറത്ത് എന്തൊക്കെ ആൾക്കാർ ചർച്ച ചെയ്യുമെന്ന് പോലും അനു ചിന്തിച്ചെടുക്കുന്ന ആളാണ്. ആ അനു ഇതിനൊരു ക്ലാരിറ്റി അവിടെ കൊടുത്തിരുന്നെങ്കിൽ അതവിടെ തീർന്നാനേ. പക്ഷെ അനു അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. മനസ്സിലായി. അതാണ് ശൈത്യക്ക് അത്രയും, അതാണ് ആ വാഷ്റൂമിന്റെ അവിടെ ഇരുന്ന് അത്രയും അങ്ങ് ഇമോഷണലി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടിത്തെറിച്ചു പോയി. ശൈത്യക്ക് സത്യം പറഞ്ഞാൽ കൂടണമെന്ന് ആഗ്രഹമുണ്ട്. ശൈത്യ പോയി കെട്ടിപ്പിടിച്ച്. അത് എനിക്ക് മനസ്സിലായത്. ഇത് ഹഗ് ചെയ്യുന്നുണ്ട്, പിന്നെയും വിഷമങ്ങൾ വരുന്നു, അങ്ങ് ഒന്നിക്കാൻ പറ്റുന്നില്ല. അത് പറഞ്ഞവിടെ തീർത്തിരുന്നെങ്കിൽ അതവിടെ തീർന്നാനേ. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായില്ല അവർക്ക് രണ്ടുപേർക്ക് ഇടയിൽ. അതെ,
അതൊക്കെ ബിൻസി എല്ലാം പറഞ്ഞു. അതെ തീർത്തു, എനിക്ക് മതിയായി, എനിക്ക് ഓടി എല്ലാരും ഇറങ്ങി. അതല്ല കോമഡി, അതല്ല അത്രയും പ്രശ്നം നടക്കുമ്പോഴേ ബിഗ് ബോസ് പോലും ഒന്നും മിണ്ടുന്നില്ല. ബിഗ് ബോസ് ഒക്കെ ഞെട്ടിയിരിക്കുവായിരുന്നു തോന്നുന്നു. ബിൻസി എന്താ ഞങ്ങളുടെ ബിൻസി ഇങ്ങനെ അല്ലല്ലോ എന്ന്. ബിഗ് ബോസ് ഇറങ്ങി ഓടിക്കാണും. അയ്യോ ഭയങ്കര കോമഡി ആയിരുന്നു ഇത്. ഞാൻ ഇപ്പൊ അത് ആലോചിക്കുമ്പം ഞാൻ ഈ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാനത് അത്രയും അതവിടെ തീർന്നു. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിലെ കാര്യങ്ങൾ അവിടെ നിർത്തി എല്ലാം അവസാനിപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതെ, ആ ഗെയിം അവിടെ കഴിഞ്ഞു. അതെ അതെ. ഇനി എന്താണ് ബിഗ് ബോസ് ഒക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ നെക്സ്റ്റ് പ്ലാൻസ് റേഡിയോ ഉണ്ട്, എന്തൊക്കെയാണ് പുതിയത്? സിനിമ, ആക്ടിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും പ്ലാൻസ് ഉണ്ട്. അതിനെ കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എങ്ങനെ അഭിനയിക്കാൻ നല്ലപോലെ അറിയാവുന്ന ആളൊന്നുമല്ല. ഞാൻ ആഡ്സ് ഒക്കെ ചെയ്യുമായിരുന്നു, ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ എന്റെ മെയിൻ ഫോക്കസ് എന്റെ ആങ്കറിങ് തന്നെയാണ്. അപ്പം റേഡിയോയിലെ ജോലി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ചാനലിൽ എനിക്കിപ്പോൾ എഗ്രിമെന്റ് ഉണ്ട് ഏഷ്യാനെറ്റിൽ നിന്ന്. സോ അത് കഴിയുമ്പോൾ ചാനലിൽ ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് സി കേരളത്തിൽ നിന്നൊരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം എനിക്ക് ചാനലിൽ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ മുൻപിൽ ഇങ്ങനെ നിന്ന് മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കുന്ന ഒരു ആങ്കർ ആകണം എന്നാണ് ആഗ്രഹം. അതെ. സോ എന്തായാലും RJ ബിൻസി ഇങ്ങനെ തന്നെ കാണും. ഞാൻ എന്റെ റേഡിയോയിലെ പരിപാടി വിടത്തില്ല. അങ്ങനെ അതും റേഡിയോ ആണല്ലേ ഒരു ഹാപ്പിനെസ്. സത്യം, എന്റെ ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഞങ്ങളുടെ ഓണയർ ആണ്. ശരിക്കും ഒറ്റയ്ക്കിരുന്ന് മിണ്ടാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ആൾക്കാർക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം, എത്ര മണിക്കൂർ വേണേലും സംസാരിക്കും. നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് പ്രത്യേകിച്ച് കലാപരമായിട്ടുള്ള കഴിവുകളില്ല. ഇതാണല്ലോ, ഇതാണ് അതെ നമ്മുടെയൊക്കെ നാക്ക്. അത് വേറെ പ്രത്യേകിച്ച് ടാലന്റ് വേണ്ടല്ലോ ശരിക്കും സംസാരിക്കാനുള്ള ഒരു കഴിവ്. അതെ, അപ്പം ഇങ്ങനെ ഓണയർ ആണ് എന്റെ ലൈഫ്. സോ റേഡിയോയും ചാനലും എന്റെ ആങ്കറിങ്ങും പിന്നെ ഇപ്പൊ യൂട്യൂബ് എല്ലാം ബിഗ് ബോസ് എന്നെ ഒരു ബ്ലോഗറാക്കി മാറ്റി. പക്ഷെ രസമാണ് ബിൻസി. പിന്നെ വീഡിയോ കാണുന്നതിനേക്കാളും രസം എന്തെങ്കിലും നെഗറ്റീവ് അടിക്കുന്നവന്മാർക്ക് നല്ല റിപ്ലൈ കൊടുക്കുന്നുണ്ട്. സ്പോട്ടിൽ ഒന്നുപോലും വിടാതെ നല്ലത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ, നമ്മൾ ചില കാര്യങ്ങൾ പ്രതികരിച്ച് പോകും. പിന്നെ അതെ 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 അതാണ് ഈ നെഗറ്റീവ് ഇടുന്ന ഒരാൾ പോലും സ്വന്തം അക്കൗണ്ടിൽ നിന്നല്ല വരുന്നത്, ഫേക്ക് അക്കൗണ്ടാണ്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മൾ പ്രതികരിച്ചു പോകുന്നതാണ്. ആദ്യം പറഞ്ഞായിരുന്നല്ലോ ബിൻസി ഞാൻ ചെയ്യുന്നു ഒതുങ്ങിയൊക്കെ സംസാരിക്കും. പക്ഷെ അതല്ല, ഇതാണ് രസം. അത് ബിൻസി അല്ല. അതറിയാവോ, ഞാൻ ഭയങ്കര സ്പീഡിൽ സംസാരിക്കും, പെട്ടെന്ന് വാക്കുകൾ പറയും. അപ്പൊ അത് കേൾക്കുമ്പോ ആൾക്കാർക്ക് പൊതുവെ ഒരു വിചാരമുണ്ട് ഞാനൊരു അഹങ്കാരിയാണെന്ന്. ശരിക്കും അങ്ങനല്ല. അതെ, ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോ അങ്ങ് സംസാരിച്ചു പോകുന്നതാ. അപ്പൊ എന്റെ അടുത്ത ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ബിൻസി കുറച്ച് സ്ലോയില് സംസാരിക്കണം. എനിക്ക് ഇത്രയും സ്ലോയില് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ വേറെ ആരോ ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നു. അത് കാരണം ഞാൻ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ റിയൽ ആയിട്ട് അങ്ങ് നിക്കറോ. അതെ സത്യം. ഹൗസിൽ ചെന്നപ്പോ എല്ലാരും പറയും ബിൻസിയുടെ 2 മുഖം കാണാൻ പറ്റി, ഏതാണ് റിയൽ ബിൻസി? ഞാൻ പറഞ്ഞു റിയൽ ബിൻസി ആദ്യം കണ്ടത് തന്നെയാണ്, പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ആൾക്കാർ ചിലപ്പോ മാറിപ്പോകും. അതെ അതെ, എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്തായാലും ഇനിയുള്ള ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.